ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സൂസ് കിച്ചൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ പക്കോടയാണ് കേട്ടോ. പല ടൈപ്പ് പക്കോടകൾ നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ. ഒണിയൻ പക്കോട, പനീർ പക്കോട, മിർച്ചി പക്കോട എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് ചിക്കൻ വെച്ചിട്ടുണ്ടാക്കുന്ന നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്കപ്പോൾ റെസിപ്പിയിലേക്ക് കടക്കാം. നമുക്കപ്പോൾ ചിക്കൻ പക്കോട എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് ഞാനിവിടെ ഒരു 400 ഗ്രാം ചിക്കൻ ചെറിയ കഷ്ണങ്ങളായിട്ട് ഒന്ന് മിക്സിയിൽ അടിച്ചെടുത്തിട്ട് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇതിലേക്ക് 2 സവോള, വലിയ സവോള ഞാൻ എടുത്തിട്ടുള്ളത്, അതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇതിങ്ങനെ കൈ കൊണ്ട് നന്നായിട്ട് വിടർത്തി എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ സവോളനെ ഇങ്ങനെ കൂടിയ നിൽക്കാൻ പാടില്ല, നന്നായിട്ട് വിടർത്തി തന്നെ ഇതിലേക്ക് ഇടണം. ആ കൈ കൊണ്ട് നന്നായി ഇങ്ങനെ ഞെരടി കൊടുത്താൽ മതി. അപ്പം അങ്ങനെ നന്നായിട്ട് കിട്ടും. അത് ലേക്ക് ഒരു മീഡിയം ടൈപ്പ് ഇഞ്ചി ഞാൻ അരിഞ്ഞത് ചേർക്കുകയാണ്. കുറച്ച് കറിവേപ്പില, ഒരു 4 പച്ചമുളക് അരിഞ്ഞത്, സ്പൂൺ പെരിഞ്ജീരകം, 1 ടീസ്പൂൺ കുരുമുളക് ഒന്ന് ക്രഷ് ചെയ്തത് കേട്ടോ. അതിന് ഫുൾ പൊടിയല്ല അത്. ഇത് 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതും ഇട്ട് കൊടുക്കുകയാണ്. 1 ടേബിൾ സ്പൂൺ ലൈം ജ്യൂസ്. കുറച്ച് മല്ലിയില അരിഞ്ഞത്. നിങ്ങൾക്ക് പാഴ്സി ലീവ്സ് നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആണെങ്കിൽ അതിട്ട് കൊടുക്കാം കേട്ടോ. ഇതിന് പകരം പക്കോടയിൽ എപ്പോഴും ഒരു പാഴ്സി ലീവ്സ് ചേർക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഞാൻ പക്ഷേ ഇവിടെ മല്ലിയിലയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിലേക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കാം. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇത് കൈ വെച്ചിട്ട് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. ഞാനിത് കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളതാണിത്. ഇതിനകത്തേക്ക് നിങ്ങൾക്ക് ചെറിയ രീതിയിൽ വ്യത്യാസങ്ങളൊക്കെ വരുത്താം കേട്ടോ. ഇപ്പം ഞാൻ ഇതിനകത്ത് പെരിഞ്ജീരകമാണ് ചേർത്തത്. അതിന് പകരം നിങ്ങൾക്ക് നല്ല ജീരകത്തിൻ്റെ പൊടി ചേർക്കാം, അല്ലെങ്കിൽ ഗരം മസാലയുടെ പൊടി ചേർക്കാം. അപ്പോൾ ചെറിയ ചെറിയ ടേസ്റ്റ് വ്യത്യാസങ്ങളൊക്കെ വരും. അപ്പം നിങ്ങൾ ഇഷ്ടമനുസരിച്ച് അതിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്താം. ഇതിനിപ്പോൾ ഇങ്ങനെ ഒരു അരമണിക്കൂർ ഇരിക്കട്ടെ. അതിനുശേഷം നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ 1 മണിക്കൂർ വയ്ക്കാം. അതിനുശേഷം നമുക്ക് കടലപ്പൊടിയും അരിപ്പൊടിയും കൂടി ഇതിൽ മിക്സ് ചെയ്യണം. അപ്പം ഞാനത് ഇതിന് ശേഷം കാണിക്കാം. അരമണിക്കൂർ ഇതിങ്ങനെ ഇരിക്കട്ടെ. ഞാനിപ്പോൾ ഇവിടെ ഇത് വെച്ചിട്ട് 3/4 മണിക്കൂറായിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അതിന് വേണ്ടി ഞാൻ 1.5 ടേബിൾ സ്പൂൺ അരിപ്പൊടി അതിട്ട് കൊടുക്കുകയാണ്. പിന്നെ ഞാൻ 1.5 കപ്പ് കടലമാവ് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് കുറേശ്ശെ ഇട്ട് കൊടുത്ത് നോക്കാം എങ്ങനെയാണ് ഇത് ഫുൾ വേണ്ടി വരുമോ എന്നുള്ളത്. അപ്പോൾ ഇതിങ്ങനെ ഇട്ട് കൊടുക്കാനനുസരിച്ച് നമ്മളിങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കണം. ഇപ്പം ഞാൻ പകുതി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം എത്ര വേണ്ടതെന്നുള്ളത്. ഞാനിവിടെ കൈ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. കുറച്ചും കൂടി ഞാൻ പൊടി ഇട്ട് കൊടുത്തിരുന്നു കേട്ടോ. ബാക്കി ഇപ്പോൾ ഇത്രയും ബാക്കിയുണ്ട്. അപ്പോൾ ഒരു ടേബിൾ സ്പൂണോളം പൊടിയാണ് എനിക്ക് ബാക്കി ഇവിടെ ഉള്ളത്. അപ്പം നമുക്കൊരു 1.25 കപ്പ് ഇതിലാവശ്യം വന്നിട്ടുണ്ട്. നമുക്ക് കടലമാവ്, 1.5 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് ഒരു ഇത്തിരി കുക്കിംഗ് ഓയിലാണ്. ഒരു ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ട കുറേശ്ശെ ഇങ്ങനെ നമുക്ക് നുള്ളി എടുത്ത് ഇങ്ങനെ ഇടാൻ പറ്റണം. ഈ പാകത്തിൽ വേണം. ഇതാണ് ഇതിൻ്റെ പാകം കേട്ടോ. ഇനി ഞാൻ എണ്ണ ചൂടാക്കി അതിലേക്ക് ഇതിട്ട് വറുത്തെടുക്കാം. അപ്പോൾ അതിൽ മുന്നായിട്ടൊരു കാര്യമുള്ളത്, ഇപ്പോൾ ഇതിൽ ഞാൻ കാണിച്ചപ്പോൾ നിങ്ങൾക്ക് കുറേ ഇൻഗ്രീഡിയൻസ് ഉള്ള പോലെ തോന്നിയിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ കുക്ക് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും സംശയം നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ കറക്റ്റ് അളവുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചെക്ക് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് വറുത്തെടുക്കാം. ഇവിടെ എണ്ണ ചൂടായിട്ടുണ്ട്. എണ്ണ നന്നായി ചൂടായി കഴിഞ്ഞപ്പോൾ ഞാനതൊരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് കുറേശ്ശെ എടുത്ത് ഇട്ട് കൊടുക്കാം. നമ്മൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഇവിടെ ഏകദേശം ആയിട്ടുണ്ട്. ഞാനിത് കോരിയെടുക്കുകയാണ്. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള പാകം. ഇനി ഞാനത് വേറെ പാത്രത്തിലേക്ക് ഇടാണ് കേട്ടോ.
ഇതാ നമ്മളെ ലാസ്റ്റ് ട്രിപ്പും ഞാനിവിടെ വറുത്ത് കോരി. ഇതാ ഇതാണ് ഇതിൻ്റെ കറക്റ്റ് പാകം കേട്ടോ. നമ്മുടെ ചിക്കൻ പക്കോട ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു പക്കോടയാണിത്. ഗസ്റ്റൊക്കെ നമ്മളെ വീട്ടിൽ വന്ന ചിക്കൻ ബോൺലെസ് ചിക്കൻ കുറച്ചുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ പക്കോട ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ് സൂസ് കിച്ചൺ.